ഇളയ സഹോദരങ്ങളുടെ ദാരിദ്ര്യാവസ്ഥയും ഇളയമ്മയുടെ പെരുമാറ്റവുമെല്ലാം സോനിയയെ സ്വന്തം ശരീരം വിൽക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. അവിചാരിതമായി ഈ കൊലപാതകത്തിനിടയിൽ അവരുടെ സഹോദരിയെ കൂടി ഇയാൾക്ക് കൊല ചെയ്യേണ്ടി വരും. തന്റെ ദാരിദ്ര്യത്തിനും സമൂഹത്തിലെ തന്റെ അവസ്ഥകൾക്കും കാരണം ഈ സമൂഹം തന്നെയാണ് എന്ന് റസ്കോൾനിക്കോവ് വിശ്വസിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് രമ്യ വിശ്വനാഥൻ. ദ ക്ലാസിക്സ് എന്ന വിഭാഗത്തിൽ ഞാനിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് വിശ്വപ്രസിദ്ധ സാഹിത്യകാരനായ ഫയദോർ ദസ്തയേവ്സ്കി രചിച്ച കുറ്റവും ശിക്ഷയും എന്ന നോവലാണ്. ലോക നോവൽ സാഹിത്യത്തിലെ തന്നെ ഏറ്റവും മികച്ച ക്ലാസിക്കുകളിൽ ഒന്ന് എന്ന് വിശേഷിപ്പിക്കാവുന്ന പുസ്തകമാണ് ശ്രീ ദസ്തയേവ്സ്കി എഴുതിയ കുറ്റവും ശിക്ഷയും. ഫയദോർ ദസ്തയേവ്സ്കിയുടെ കഥാപാത്രങ്ങൾ എല്ലാവരും തന്നെ സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ളവരാണ്. അതിൽ ചൂതാട്ടക്കാരും വേശ്യകളും ദരിദ്രരും തുച്ഛശമ്പളം വാങ്ങുന്നവരും മനോവ്യഥകൾ അനുഭവിക്കുന്നവരും മനോവിഭ്രാന്തി അനുഭവിക്കുന്നവരും എല്ലാവരുമുണ്ട്. ഇവരിലെല്ലാം ഒളിച്ചിരിക്കുന്ന അന്തർലീനമായിട്ടുള്ള നന്മയെ, ധർമ്മബോധത്തെ ഇദ്ദേഹത്തിന്റെ നോവലുകളിലൂടെ ഇദ്ദേഹം എല്ലായ്പ്പോഴും വെളിവാക്കാറുണ്ട്. അങ്ങനെ ഒരു കൃതിക്ക് മികച്ച ഉദാഹരണമാണ് കുറ്റവും ശിക്ഷയും. നോവലിലെ പ്രധാന കഥാപാത്രം ശ്രീ റസ്കോൾനിക്കോവ് റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിലെ ഒരു വാടക മുറിയിൽ താമസിക്കുന്ന, ദാരിദ്ര്യം മൂലം തന്റെ പഠനം പകുതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു യുവാവാണ് റസ്കോൾനിക്കോവ്. തന്റെ ദാരിദ്ര്യത്തിനും സമൂഹത്തിലെ തന്റെ അവസ്ഥകൾക്കും കാരണം ഈ സമൂഹം തന്നെയാണ് എന്ന് റസ്കോൾനിക്കോവ് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം ധർമ്മച്യുതികൾക്കെതിരെ പ്രതികരിക്കുന്നതിനും അതിന്റെ ആത്മീയമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിനും താൻ തയ്യാറാണ് എന്ന് റസ്കോൾനിക്കോവ് ചിന്തിക്കുകയാണ്. ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ഒരവസ്ഥയിൽ റസ്കോൾനിക്കോവിന് കൊള്ളപ്പലിശക്കാരിയും തന്റെ വീട്ടുടമസ്ഥയുമായ അല്യോന ഇവാനവ്ന എന്ന വൃദ്ധയെ കൊലപ്പെടുത്തേണ്ടി വരികയാണ്. ഈ കൊലപാതകം ആസൂത്രിതമായി റസ്കോൾനിക്കോവ് ചെയ്തതാണെങ്കിലും അവിചാരിതമായി ഈ കൊലപാതകത്തിനിടയിൽ അവരുടെ സഹോദരിയെ കൂടി ഇയാൾക്ക് കൊല ചെയ്യേണ്ടി വരുന്നു. കൊലപാതകത്തിന് ശേഷം വൃദ്ധയുടെ പക്കൽ നിന്നും സ്വർണവും പണവും എല്ലാം ഇയാൾ കൈക്കലാക്കുന്നുണ്ട്. പക്ഷേ കൊലപാതകത്തിന് ശേഷം കടുത്ത കുറ്റബോധം ഇയാളെ കാർന്നു തിന്നു തുടങ്ങുകയാണ്. താൻ ചെയ്തത് ശരിയായില്ല, തെറ്റായി പോയി എന്നൊരു ചിന്ത ഏതൊക്കെയോ വഴിക്ക് ഇയാളെ ബാധിക്കുന്നു. അത് ഇയാളെ കടുത്ത മാനസിക വിഭ്രാന്തിയിലേക്കാണ് നയിക്കുന്നത്. ഈ നോവലിലെ മറ്റൊരു പ്രധാന കഥാപാത്രവും നായികയും സോന്യ എന്ന യുവതിയാണ്. ഏറ്റവും മികച്ച നായികമാരിൽ ഒരാൾ, ലോക സാഹിത്യത്തിലെ തന്നെ ഏറ്റവും മികച്ച നായികമാരിൽ ഒരാൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരാളാണ് സോന്യ. കുടുംബനാഥന്റെ മദ്യപാനം ഒരു കുടുംബത്തെ എങ്ങനെ തകർക്കുന്നു എന്നുള്ളതിന് മികച്ച ദൃഷ്ടാന്തം കൂടിയാണ് സോന്യയുടെ ജീവിതം. ഇളയ സഹോദരങ്ങളുടെ ദാരിദ്ര്യാവസ്ഥയും ഇളയമ്മയുടെ പെരുമാറ്റവുമെല്ലാം സോന്യയെ സ്വന്തം ശരീരം വിൽക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളും സ്വയം ഉണ്ടായ കുറ്റബോധങ്ങളും കാരണം ജനിച്ചു വളർന്ന സ്ഥലം വിട്ട് മറ്റൊരിടത്തേക്ക് മാറുവാൻ സോന്യ നിർബന്ധിതയാവുകയാണ്. റസ്കോൾനിക്കോവ് സോന്യയുമായി പരിചയത്തിലാവുന്നു. ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങളെല്ലാം തന്നെ മാനസിക വിശകലനത്തിന്റെ വളരെ മികച്ച ഉദാഹരണങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ റസ്കോൾനിക്കോവ് സോനിയയുടെ പാദങ്ങളിൽ വീണ് അവളുടെ പാദങ്ങളെ ചുംബിക്കുന്നു. സോനി തടയും. നീ എന്താണ് ഈ ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ട്. റസ്കോൾനിക്കോവ് മറുപടി പറയും, ഞാൻ കുമ്പിട്ടത് നിന്റെ പാദങ്ങളെയല്ല, മുഴുവൻ മാനവരാശിയുടെയും വ്യഥകൾക്ക് മുൻപിലാണ് ഞാൻ ശിരസ്സു നമിക്കുന്നത്. മാനവരാശിയുടെ വ്യഥകൾക്ക് സമൂഹം എങ്ങനെ ഉത്തരവാദിയാകുന്നു എന്ന് ഓരോ നോവലിലും ദസ്തയേവ്സ്കി വായനക്കാരെ ഇരുത്തി ചിന്തിപ്പിക്കാറുണ്ട്. അത്തരം ചിന്തകൾക്ക് തിരികൊളുത്തുക തന്നെയാണ് റസ്കോൾനിക്കോവിലൂടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിലും. കുറ്റബോധത്തിന്റെ അങ്ങേയറ്റത്ത് സ്വയം പിടിച്ചു നിർത്താനാകാത്ത ഒരു സാഹചര്യത്തിൽ അല്യോനയുടെ കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ സംശയിക്കുന്നു എന്ന ഒരു ചിന്തയിൽ നിന്നും താനാണ് ഈ കൊലപാതകങ്ങൾ ചെയ്തത് എന്ന സത്യം റസ്കോൾനിക്കോവ് സോന്യയോട് വെളിപ്പെടുത്തുന്നു. ഒട്ടും കുറ്റബോധം തനിക്കില്ല എന്ന് സോന്യയോട് റസ്കോൾ പറയുന്നുണ്ട്. അവർ മരിക്കേണ്ടവരായിരുന്നു, ഞാൻ കൊന്നതൊരു കീടത്തെയാണ്, അങ്ങനെയാണ് റസ്കോൾ സോന്യയോട് പറയുന്നത്. പക്ഷെ സോന്യ പറയുന്ന മറുപടി, കടുത്ത മതവിശ്വാസിയായിട്ടാണ് സോന്യയെ ഫയദോർ ഈ നോവലിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. സോന്യ അതുകൊണ്ട് തന്നെ പറയുന്ന മറുപടി കീടമാണെങ്കിലും അതൊരു മനുഷ്യജീവിയായിരുന്നു എന്നാണ്. റസ്കോൾ ചെയ്തത് തെറ്റാണെന്നും ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തിയാണെന്നും സോന്യ തറപ്പിച്ചു പറയുന്നു. അതോടുകൂടി കുറ്റബോധത്തിന്റെ അങ്ങേയറ്റത്തെത്തി നിൽക്കുന്ന റസ്കോൾനിക്കോവിന് ആകെ ഉണ്ടായിരുന്ന ആത്മവിശ്വാസം കൂടി നഷ്ടപ്പെടുകയാണ്. താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് റസ്കോൾ സോന്യയോട് ചോദിക്കുന്നു.
നീ ഇവിടെ നിന്ന് കവലയിലേക്ക് ചെന്ന് ഭൂമിയെ ചുംബിച്ചുകൊണ്ട് ഞാനാണ് ഈ കൊലപാതകം ചെയ്തത്, അല്ലെങ്കിൽ സ്വയം തെറ്റേറ്റു പറയുവാനാണ് സോണിയ റസ്കോളിനോട് ആവശ്യപ്പെടുന്നത്. തുടർന്ന് റസ്കോൾനിക്കോവ് കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുൻപിൽ ഹാജരാകുകയും കുറ്റം ഏറ്റുപറയുകയും ചെയ്യുന്നു. സന്തോഷത്തോടെ ശിക്ഷ ഏറ്റുവാങ്ങി സൈബീരിയയിലെ ജയിലിലേക്ക് പോവുകയും പുതിയ ഒരു മനുഷ്യനായി മാറുകയും ചെയ്യുന്നതാണ് ഈ നോവലിന്റെ ഇതിവൃത്തം. ലോകമെമ്പാടുമുള്ള മനഃശാസ്ത്രജ്ഞർക്ക് ഏറ്റവും മികച്ച ഒരു പഠന പുസ്തകം കൂടിയാണ് കുറ്റവും ശിക്ഷയും എന്ന നോവൽ. കുറ്റബോധത്തിന്റെ മനഃശാസ്ത്രം ഇത്ര മനോഹരമായി, ഇത്ര വ്യക്തമായി, ഇത്ര നല്ല വാക്കുകളിൽ പ്രതിപാദിച്ചിട്ടുള്ള മറ്റൊരു നോവൽ ലോക സാഹിത്യത്തിലെങ്ങും വേറെ ഉണ്ടാവില്ല എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഫിലാറ്റോളജിസ്റ്റുകൾക്കും ഈ പുസ്തകം ഒരു പഠനോപാധി തന്നെയാണ്. ഒരു മനുഷ്യന്റെ ഉള്ളിലെ കറുപ്പും വെളുപ്പുമാർന്ന ശക്തികൾ ഒരാളെ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു എന്നും ഒരാളുടെ മനസ്സിലുണ്ടാകുന്ന അന്തസംഘർഷങ്ങൾ അയാളെ ഏതെല്ലാം അവസ്ഥകളിലേക്ക് നയിക്കുന്നു എന്നും ഈ നോവലിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ സാധിക്കും. എത്ര വലിയ കള്ളനായാലും കൊലപാതകയായാലും അവന്റെ ഉള്ളിലും നന്മയുണ്ടെന്നും അവനെ ആ തരത്തിലാക്കി തീർക്കുന്നത് സമൂഹമാണെന്നും ദസ്തയേവ്സ്കി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. റസ്കോളിന്റെ കഥാപാത്രം അങ്ങനെ ഒരു കഥാപാത്രമാണ്. മനസാക്ഷിയുള്ള ഒരാൾ ഒരു കൊലപാതകം ചെയ്താൽ നിയമം അനുശാസിക്കുന്ന ശിക്ഷയേക്കാൾ ഉപരി അയാൾക്ക് സ്വയം അനുഭവപ്പെടുന്ന കുറ്റബോധമാണ് അയാൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് ഈ നോവലിലൂടെ ദസ്തയേവ്സ്കി പറഞ്ഞു വയ്ക്കുന്നു. മനുഷ്യ മനസ്സുകളുടെ അവസ്ഥാന്തരങ്ങളെപ്പറ്റി എല്ലാ നോവലിലും ദസ്തയേവ്സ്കി ഇത്തരം മനുഷ്യ മനസ്സുകളുടെ പല പല അവസ്ഥാഭേദങ്ങളെപ്പറ്റിയും അന്തസംഘർഷങ്ങളെപ്പറ്റിയും പരാമർശിച്ചിട്ടുണ്ട് എങ്കിലും ഇത്ര മനോഹരമായി, ഇത്ര വ്യക്തമായി മനുഷ്യന്റെ അന്തസംഘർഷങ്ങളെ അല്ലെങ്കിൽ തെറ്റു ശരികൾക്കിടയിലെ നേർത്ത വരമ്പിനെ ഭേദിക്കുന്ന തരത്തിലുള്ള ഒരു കൃതി മറ്റൊന്നില്ല എന്ന് നമുക്ക് ആണയിട്ട് പറയുവാൻ സാധിക്കും. തെറ്റിനും ശരിക്കും ഇടയിലെ നേർത്ത നൂൽപ്പാലം സമൂഹം സൃഷ്ടിക്കുന്നതാണെന്നും ഈ സമൂഹത്തിന് ഇത്തരം ഒരാളെ ദരിദ്രനാക്കുന്നതിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കുറ്റവാളിയാക്കുന്നതിൽ നിന്ന്, ഒരു കൊലപാതകയാക്കുന്നതിൽ നിന്നുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല എന്നും ദസ്തയേവ്സ്കി പറഞ്ഞു വയ്ക്കുന്നു. ലോക സാഹിത്യത്തിലെ തന്നെ ഏറ്റവും മികച്ച ക്ലാസിക്കായി കുറ്റവും ശിക്ഷയും ഇന്നും നിലനിൽക്കുന്നു. റസ്കോളിന്റെ അമ്മ പറഞ്ഞതുപോലെ, മോനെ നീ പ്രാർത്ഥിക്കാറുണ്ടോ? റസ്കോളിന് അയച്ചൊരു കത്തിൽ അമ്മ ചോദിക്കുന്നുണ്ട്, മോനെ നീ പ്രാർത്ഥിക്കാറുണ്ടോ? നീ ദൈവവഴിയിൽ നിന്ന് തെറ്റി നടക്കുന്നത് കൊണ്ടാണ് നിനക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. നീ അങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് നല്ലത് വരാനായി അമ്മ പ്രാർത്ഥിക്കാം. ആ അമ്മയുടെ വാക്കുകൾ സത്യമായതുകൊണ്ടോ അല്ലയോ എന്നൊന്നും അറിയില്ല. റസ്കോളിന് മരണമുണ്ടായില്ല. റസ്കോൾ ഇന്നും ജീവിക്കുകയാണ്. മനുഷ്യ മനസ്സുകളെ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന, സമൂഹത്തിലെ നന്മ തിന്മകൾക്കെതിരെ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന, പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ തലമുറയും ഇന്നും റസ്കോളിനെ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. കുറ്റവും ശിക്ഷയും അങ്ങനെ ലോക ക്ലാസിക്കായി മാറിയിരിക്കുന്നു. നന്ദി, നമസ്കാരം.